അന്ന് വിളിച്ചതിനു ശേഷം അനിതയ്ക്ക് പിന്നെ ലച്ചുവിനെ വീഡിയോ കോളിൽ വിളിച്ച് ഗൗരിയെ കാണിക്കാനും സാധിച്ചിരുന്നില്ല. അച്ചമ്മയുടെ സാന്നിധ്യം അധികവും ഗൗരിക്ക് അടുത്തുണ്ടായിരുന്നു. മാളു ഗൗരിക്കൊന്നും വിളിക്കും, അപ്പോൾ 2 വാക്ക് സംസാരിക്കും ലച്ചു. അച്ചമ്മ കേൾക്കുമെന്ന് കരുതി ഗൗരി ആദിയെക്കുറിച്ച് ചോദിക്കാറുമില്ല. ലച്ചു അവനെക്കുറിച്ച് പറയാറുമില്ല. അപകടനില തരണം ചെയ്തതും ലക്ഷ്മണനൊഴികെ ആദിയും ഗിരിയും തിരിച്ചു പോന്നു. വന്നതേ കണക്ക്. ആദി ബിസിനസ് കാര്യത്തിൽ തിരക്കിൽപ്പെട്ടു. ഗൗരിയും ആദിയും ചേർന്നെടുത്ത പ്രൊജക്റ്റിൽ അവർ ധൃതി കൂട്ടാൻ തുടങ്ങിയിരുന്നു. അതിൻ്റെ തിരക്കിൽപ്പെട്ട് ആദിക്ക് ഒന്ന് വിളിക്കാനോ സാധിച്ചില്ല. വിളിക്കാൻ അവസരം കിട്ടുന്ന സമയം അച്ഛമ്മ അവളുടെ കൂടെ ഉണ്ടെങ്കിലോ എന്ന് തോന്നി അവൻ വിളിക്കാൻ നിന്ന ഫോണ് അവൻ അവിടെ തന്നെ വെക്കും. 4-ാം കുന്നത്ത് ഗായത്രിക്കുണ്ടായതൊന്നും അറിയാതെ ഗൗരി 10-15 ദിവസം ആദിയുടെ ഒരു വിവരമില്ലാത്തതും അവനെ കാണാൻ കഴിയാത്തതിൻ്റെയും അസ്വസ്ഥതയും കൂടിക്കൂടി അവളുടെ മിണ്ടാട്ടം തന്നെ ഇല്ലാതെ ആയി. ഒരേ ചിന്തയാണ് ഏതു നേരവും. ഇടയ്ക്കൊരു പ്രാവശ്യം ആദ്യത്തെ ഡോക്ടറുടെ ലിസ്റ്റ് വെച്ച് അനന്തു അവരുടെ അടുത്ത ഫേമസ് ഡോക്ടറെ കാണിച്ചു. തലയിലെ മുറിവ് ഡ്രസ് ചെയ്യിച്ചിരുന്നു. ഒരാഴ്ച കഴിഞ്ഞാൽ തലയിലെ സ്റ്റിച്ച് എടുക്കാമെന്ന് ആയിട്ടുണ്ട്. കയ്യിലെ പ്ലാസ്റ്റർ ഇനിയും 2 ആഴ്ച കഴിയണം കട്ട് ചെയ്യാൻ. ഗൗരിയുടെ മൗനം അച്ചമ്മക്കും സങ്കടം ഉണ്ടാക്കുന്നുണ്ട്. സൂര്യവർമ്മ ജിത്തുവിനെ വിളിച്ചു. ഗൗരിയുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. പെണ്ണ് ചോദിക്കാൻ വേണ്ടി. അച്ചമ്മ എതിർക്കുമോ എന്ന ഭയം അവർക്കുണ്ട്. എന്നാലും ഇനി നിർത്താൻ വയ്യ. സൂര്യവർമ്മയും ജിത്തും രവിയും ഗിരിയും പിന്നെ വീട്ടിലുള്ള പെണ്ണുങ്ങളെല്ലാം കൂടി രാവിലെ തന്നെ പുറപ്പെട്ടതാണ്. ഗൗരിയുടെ വീട്ടിൽ അനന്തനും അച്ചമ്മയും അനിയും പ്രാതൽ കഴിക്കുകയാണ്. ഗൗരി ഉറക്കത്തിലാണ്. അനന്ത, തറവാട്ടിൽ നിന്ന് ആരെയും കണ്ടില്ലല്ലോ ഇങ്ങോട്ട്. അമ്മയുടെ ചോദ്യം കേട്ടതും അനിത അനന്തനെ ഒന്ന് നോക്കി. ഞാൻ ആശുപത്രിയിൽ വെച്ച് അപ്പോഴത്തെ സങ്കടത്തിൽ എന്തൊക്കെയോ പറഞ്ഞു. കണ്ണൻ എന്ത് കരുതിയോ ആവോ. അനന്ത, പിന്നെ ആരെയും കണ്ടില്ലല്ലോ. അവർ ആരെങ്കിലും വിളിച്ചിരുന്നോ അനന്ത? മോളെ വിവരം തിരക്കി. എൻ്റെ കുട്ടി ഒന്ന് ചിന്തിച്ചു കണ്ടിട്ട് എത്ര ദിവസമായി. കണ്ണൻ അവൾക്ക് വിളിച്ചു കാണില്ല. എന്നാലും അവന് എന്നോട് പിണങ്ങിയാൽ പോരായിരുന്നോ? എൻ്റെ കുട്ടിയോട് എന്തിനാ പിണങ്ങിയേ? എൻ്റെ മോൾ ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കുന്ന നമ്മൾ കണ്ടിട്ടേ ഇല്ലല്ലോ അനി. നീ അവളോട് ചോദിച്ചില്ലേ കണ്ണൻ വിളിച്ചോ എന്ന്? അനിതയ്ക്കും അനന്തനും അമ്മയുടെ സംസാരത്തിന് എന്ത് മറുപടി കൊടുക്കണമെന്ന് അറിയില്ലായിരുന്നു. അവർ വരണ്ട എന്ന് പറഞ്ഞിട്ടല്ലേ തറവാട്ടിലുള്ളവർ വരാതെ ഇരുന്നത്? അമ്മയും അവരുടെ വരവ് പ്രതീക്ഷിച്ച് ഇരിക്കുകയായിരുന്നു. അനന്തന് ഇത്രയും ദിവസം തൻ്റെ കുഞ്ഞിനെ സങ്കടപ്പെടുത്തിയതിൽ ഖേദം തോന്നി. എങ്കിലും അമ്മക്ക് അവരുടെ ബന്ധത്തിന് എതിർപ്പ് ഒന്നുമില്ലെന്ന് അറിഞ്ഞതും വലിയൊരു ഭാരം ഒഴിഞ്ഞതുപോലെയാണ് തോന്നിയത്. അനന്ത, നമ്മുടെ കുഞ്ഞിനെ ആ കുട്ടി ഇനിയും ഉപദ്രവിക്കോ? അങ്ങനെ ഒരു സ്വഭാവമുള്ള എൻ്റെ മോളെ ശത്രുവായി കരുതുന്ന ഇടത്തേക്ക് അയക്കാൻ എനിക്കിപ്പോഴും പേടി തോന്നുക. അച്ചമ്മ അവരുടെ ഉള്ളിലെ ആവലാതി വീണ്ടും പറയുകയാണ്. അമ്മ, നമ്മൾക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റും ഓരോ മനുഷ്യരെയും? കണ്ണനെയും അവൻ്റെ കുടുംബത്തെയും നമുക്ക് നന്നായി അറിയാം. അതിലൊരു കരട് ആ ഗായത്രിയാണ്. അത് നമുക്കറിയാം. എന്നാൽ ഈ കല്യാണക്കാര്യം വേണ്ട എന്നും പറഞ്ഞ് ഒഴിവാക്കി. ഇനി നമ്മുടെ കുഞ്ഞിനെ വേറൊരു കുടുംബത്തിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നമുക്ക് ഇത്രയും സമാധാനം കിട്ടുമോ നമ്മുടെ കുഞ്ഞ് ആ കുടുംബത്തിൽ സുരക്ഷിതയാണ് എന്ന്? കണ്ണൻ്റെ കൂടെയുള്ള സന്തോഷം അവൾക്ക് അവിടെയും കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ അമ്മ? പണ്ടുള്ളവർ പറയും പോലെ പെൺമക്കളുടെ ഭാഗ്യം പെരുവഴിയിലാണ്. ആ അനി, നീ പറയുന്നതും ശരിയാണ്. ഈശ്വര നിശ്ചയം പോലെ നടക്കട്ടെയല്ല. അച്ചമ്മ കഴിച്ച പാത്രവും എടുത്ത് അടുക്കളയിലേക്ക് നടന്നു. അനന്തൻ്റെയും അനിയുടെയും മുഖത്ത് ഒരാശ്വാസമുണ്ടായിരുന്നു. ഗൗരി അവൾ ഉണരുന്ന സമയത്ത് തന്നെ എഴുന്നേറ്റു. അച്ചമ്മ തന്നെ അവളെ കുളിക്കാൻ സഹായിച്ചു. അവൾ ഓവർ സൈസ് ടീഷർട്ടും പ്ലാസോ പാൻറ്റുമാണ് ധരിച്ചിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് സിറ്റ് ഔട്ടിലെ ഊഞ്ഞാലിൽ ചുരുണ്ടുകൂടി കിടക്കുകയാണ് ഗൗരി. തൊട്ടാപ്പുറം അച്ചമ്മ ഇരിപ്പുണ്ട്. ഈ നേരമാണ് 2 ആഡംബര കാറുകൾ ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് വരുന്നത്. 4-ാം കുന്നത്തെയും മച്ചിലോടത്തെയും കാറുകൾ കണ്ടതും അനന്തൻ വേഗം എഴുന്നേറ്റ് പടിയിലിറങ്ങി നിന്നു. അച്ചമ്മയും അവൻ്റെ കൂടെ അടുത്തേക്ക് വന്നു. ഗൗരി ഊഞ്ഞാലിൽ നിന്ന് എഴുന്നേൽക്കുന്നതേയുള്ളൂ. കാർ നിർത്തിയതും മാളു ആരെയും നോക്കാതെ ഗൗരിയുടെ അടുത്തേക്ക് ഓടി വന്നു. അവളുടെ 2 കവിളിലും ചുംബിച്ചു. അച്ചമ്മ പ്രതീക്ഷിക്കാത്തവരെ കണ്ട നടുക്കത്തിലാണ്.
എന്തേ പ്രഭ ഇങ്ങനെ നോക്കുന്നത്? സൂര്യവർമ്മ അവരുടെ തരിച്ചുള്ള നിൽപ്പ് കണ്ട് ഒരു പുഞ്ചിരിയോടെ ചോദിച്ചു. അത് സൂര്യേട്ടാ, ഞാൻ ഇന്ന് രാവിലെ അനന്തുവിനോട് പറഞ്ഞതേ ഉള്ളൂ, തറവാട്ടിൽ നിന്ന് ആരെയും ഇങ്ങോട്ട് കണ്ടില്ലല്ലോ എന്ന്. അച്ഛമ്മയുടെ സന്തോഷത്തോടെയുള്ള സംസാരം കേട്ടത് വന്നവരുടെ മനസ്സും ഒന്ന് ആശ്വസിച്ചു. ആദ്യമായിട്ട് വരല്ലേ ഏട്ടത്തി? വരൂ സരസു, ഭാനുമോളെ വരൂ എല്ലാവരും. രാധിക എന്തേ? ഗംഗമോളെ വിശേഷം എന്തൊക്കെയാണ്? പ്രഭാമ ഒന്നിനു പിറകെ ഒന്നായി ചോദിച്ചും പറഞ്ഞും കൊണ്ടിരിക്കുകയാണ്. പ്രതീക്ഷിക്കാത്തവരെ കണ്ട ആഹ്ലാദമാണ് ആ മുഖത്ത്. എല്ലാവരും സിറ്റ് ഔട്ടിൽ നിന്നും വലിയ ഹാളിലേക്ക് കയറി. ഗൗരിമോളെ വേദന കുറവുണ്ടോ? ജിത്തു അവളെ തലയിൽ തലോടിക്കൊണ്ട് ചോദിക്കുകയാണ്. കുറവുണ്ട് മാമ. അവളെല്ലാവരെയും നോക്കി പുഞ്ചിരിയോടെ മറുപടി കൊടുത്തു. ഇവരുടെ കൂടെ പ്രതീക്ഷിച്ച മുഖം കാണാഞ്ഞതും അവളുടെ മുഖമൊന്ന് വാടി. മോളെ, കണ്ണൻ അറിഞ്ഞിട്ടില്ല ഞങ്ങൾ വരുന്ന വിവരം. അവൻ ഒരാഴ്ചയായി അവിടെ നിന്നും പോന്നിട്ട്. ഓഫീസിൽ എന്തൊക്കെയോ തിരക്കുണ്ടത്രേ. ലച്ചു അവളുടെ താടി പിടിച്ചുകൊണ്ട് പറഞ്ഞു. രാധു വന്നില്ലേ ലച്ചു? അനിതയാണ്. ഇല്ല അനി, ഏട്ടത്തിയും ഏട്ടനും ഗായത്രിയുടെ അടുത്താണ്. ഭാനുവാണ് പറഞ്ഞത്. ആരും പിന്നെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിച്ചില്ല. വന്നവരെല്ലാവരും ഓരോ റൂമിലേക്കാക്കി ഫ്രഷ് ആവാൻ വേണ്ടി. മാളു ഗൗരിയുടെ കൂടെ തന്നെയാണ്. ഗിരിയുമുണ്ട് അടുത്ത്. ഗൗരി, എന്തേ ഞങ്ങൾ വന്ന സന്തോഷമൊന്നും മുഖത്ത് കാണുന്നില്ലല്ലോ? ഒന്നുമില്ല മാളു, നമ്മുടെ പൂവാലി എങ്ങനെയുണ്ട്? ഇപ്പോൾ ഒന്നുകൂടി വലുതായി കാണും അല്ലേ? ഗൗരി വിഷയം മാറ്റിക്കൊണ്ട് പറഞ്ഞു. പൂവാലി ഓടിച്ചാടി നടക്കുന്നുണ്ട് ഗൗരി. ഗിരിയേട്ടാ, ഗായത്രി അവൾക്ക് സുഖമായോ? ആ ഗൗരി, ട്രീറ്റ്മെൻറ്റ് നടക്കുകയല്ലേ. നീ ആരോടെങ്കിലും പറയും എന്ന് കരുതിയാകും നിന്നെ ഉപദ്രവിച്ചത്. നീ കണ്ടിരുന്നല്ലോ അവളുടെ കയ്യിലെ സാധനം. കണ്ടിരുന്നു ഗിരിയേട്ടാ, പക്ഷെ എന്താണെന്ന് എനിക്ക് വ്യക്തമായി കാണാൻ പറ്റിയിരുന്നില്ല. ഏതായാലും വൈകിട്ടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഭേദമായി സ്വബോധത്തിൽ ഇനിയെങ്കിലും ജീവിച്ചാൽ മതിയായിരുന്നു അവൾ. ഗിരി സ്വയം പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റു. നിന്റെ വർക്കാണ് അല്ലേ ഈ വീട്? നന്നായിട്ടുണ്ട് ഗൗരി. ആദിക്ക് ഈ വർക്കിനെ കുറിച്ച് പറയാൻ 100 നാവാ. ഗിരി ഓരോ ഇൻറ്റീരിയർ ഡിസൈനും നോക്കിക്കൊണ്ട് പറയുകയാണ്. എല്ലാവരും ചായയും പലഹാരവും കഴിച്ച് ലിവിംഗ് റൂമിൽ ഇരിക്കുകയാണ്. ഉച്ചത്തേക്കുള്ളത് ഓർഡർ ചെയ്തു അനന്തൻ. ആണുങ്ങളും പെണ്ണുങ്ങളും ഫ്രീ ആയി സംസാരത്തിലാണ്. പ്രഭേ, ഞാൻ ആദ്യമേ മാപ്പ് ചോദിക്കാം എൻ്റെ കൊച്ചുമകൾ ചെയ്ത തെറ്റിന്. അയ്യോ, അതൊന്നും വേണ്ട ഏട്ടാ. കുട്ടികളുടെ പൊട്ട ബുദ്ധിയിൽ ഓരോന്നും തോന്നുന്നതല്ലേ. ഞാനും അപ്പോഴത്തെ വിഷമത്തിൽ എന്തൊക്കെയോ പറഞ്ഞു. പ്രഭാമയും സൂര്യവർമ്മയും സംസാരത്തിലാണ്. രണ്ടും കാര്യത്തിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പാണ്. പ്രഭ, കുട്ടികളുടെ കാര്യം അതുകൂടെ ഉറപ്പിക്കാനാണ് ഞങ്ങൾ ഇന്ന് വന്നത്. നിനക്ക് മുടക്കമുണ്ടോ? എന്തുണ്ടെങ്കിലും പറയാം പ്രഭേ. നമ്മുടെ കുടുംബ ബന്ധത്തിന് ഒരു വിള്ളലുണ്ടാകും എന്നൊന്നും കരുതേ വേണ്ട. സൂര്യവർമ്മയാണ്. എനിക്ക് എതിർപ്പൊന്നുമില്ല ഏട്ടാ. എൻ്റെ നന്ദുട്ടിക്ക് എല്ലാം കൊണ്ടും ഒത്തവൻ കണ്ണൻ തന്നെയാണ്. മോൻക്ക് എന്നോട് പിണക്കമാണെന്ന് തോന്നുന്നു. അവനും വന്നില്ല എൻ്റെ കുട്ടീനെ കാണാൻ. അച്ചമ്മക്ക് സങ്കടം വന്നുപോയി. പ്രഭേ, ഇനി അതൊന്നും സംസാരിക്കണ്ട. നിന്റെ സമ്മതം കാത്ത് നിൽക്ക എൻ്റെ കൊച്ചുമോൻ എന്ന് വിളിക്കുമ്പോഴും പറയും അച്ചമ്മക്ക് വിളിക്കാൻ. നന്ദൂട്ടിയില്ലാതെ അവന് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയാൻ. പെണ്ണുകാണൽ ചടങ്ങും ഇന്ന് തന്നെ ആക്കിയാലോ രവി? ചോദിച്ചുകൊണ്ട് സൂര്യവർമ്മ രവിയുടെ മുഖത്തേക്ക് നോക്കി. നല്ല കാര്യമല്ലേ സൂര്യ? ലച്ചു, കണ്ണനോട് ഇന്ന് ഇങ്ങോട്ട് വരാൻ പറയ്. പെണ്ണു കാണാനാണെന്ന് പ്രത്യേകം പറയ്. എൻ്റെ കുട്ടിയുടെ മനസ്സൊന്ന് തണുക്കട്ടെ. ലച്ചു അച്ഛൻ പറയേണ്ട താമസം ജിത്തുവിനെ നോക്കി ഫോണും എടുത്ത് അപ്പുറത്തേക്ക് പോയി. എന്നാൽ ഈ സംസാരമൊന്നും ഗൗരിയും മാളുവും ഗിരിയും അറിഞ്ഞിരുന്നില്ല. അവർ മുകളിലത്തെ ബാൽക്കണിയിലായിരുന്നു. കണ്ണൻ ഓഫീസ് വർക്കിലാണ്. ഈ സമയമാണ് അവൻ്റെ ഫോണിലേക്ക് ലച്ചു വിളിക്കുന്നതും. പതിവില്ലാത്ത സമയം അമ്മയുടെ ഫോൺ വന്നതും ആദ്യ പെട്ടെന്നെടുത്തു. കണ്ണാ, എന്തു തിരക്കുണ്ടെങ്കിലും മാറ്റിവെക്ക്, പെട്ടെന്ന് വാ. അച്ചമ്മയുടെ വീട്ടിലേക്ക്. അച്ചമ്മയുടെ വീട്ടിലേക്കോ? ആദി ഒന്നുകൂടെ ചോദിച്ചുപോയി. അതേടാ ചക്ക, നിൻ്റെ ഭാവി ഭാര്യ വീട്ടിലേക്ക്. ഭാര്യയോ അമ്മ? അപ്പോൾ അച്ചമ്മക്ക് മുടക്കമൊന്നുമില്ലേ? അമ്മ അവിടുന്നാണോ വിളിക്കുന്നത്? അതേ കണ്ണ, ഞങ്ങൾ പുലർച്ചയ്ക്ക് പുറപ്പെട്ടു. 11-ന് ഇവിടെ എത്തിയത്. ഊണ് കഴിച്ചു സംസാരത്തിലാണ്. അയ്യോ, ഞാൻ ഇപ്പോഴേ ഇറങ്ങാം അമ്മ. നന്ദുട്ടി എന്തിയെ? മോളൊന്നും അറിഞ്ഞിട്ടില്ല. അവർ മുകളിലത്തെ റൂമിലാണ്. നിന്നെ ഞങ്ങളുടെ കൂടെ കാണാഞ്ഞതിൻ്റെ പരിഭവമുണ്ട് മുഖത്ത്. എല്ലാം നേരിട്ട് കണ്ടു തീർക്കാൻ നോക്ക്. ലച്ചു പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. ആദി വർക്കെല്ലാം നിർത്തി വേഗം കാറുമെടുത്ത് ഗൗരിയുടെ വീട്ടിലേക്ക് തിരിച്ചു.
ഗൗരിയുടെ വീട് അടുക്കും തോറും അവൻ്റെ ഹൃദയമിടിപ്പ് കൂടുന്നത് പോലെ തൻ്റെ പെണ്ണിനെ കാണാനുള്ള ആകാംക്ഷയാണ്. അരമണിക്കൂറിനുള്ളിൽ ആദിയുടെ കാർ ഗൗരിയുടെ ഗേറ്റ് കടന്നെത്തി. ആദിയുടെ കാർ വരുന്നത് കണ്ടതും എല്ലാവരും പുഞ്ചിരിയോടെ സിറ്റ് ഔട്ടിലേക്ക് വന്നു. അച്ചമ്മ മുന്നിലേക്ക് വന്ന് അവൻ്റെ കൈ പിടിച്ചു. ആദി അവരെ ചേർത്ത് പിടിച്ചു. താങ്ക്സ് അച്ചമ്മ. എൻ്റെ കുഞ്ഞ് എത്ര വിഷമിക്കുന്നുണ്ടെന്നറിയോ കണ്ണ, നിന്നെ കാണാഞ്ഞിട്ട്. എൻ്റെ മോളെ കാണാൻ എന്തിയെ വരാഞ്ഞ്? അച്ചമ്മ മുടക്കം പറഞ്ഞാലോ എന്ന് കരുതിയല്ലേ വരാഞ്ഞ്? അച്ചമ്മയുടെ ദേഷ്യമെല്ലാം മാറട്ടെ എന്ന് കരുതി മാറി നിന്നതല്ലേ? അല്ല, എൻ്റെ പെണ്ണെവിടെ? അവൻ ചുറ്റും നോക്കിക്കൊണ്ടാണ് പറഞ്ഞത്. മുകളിലുണ്ടാകും, പോയി പരിഭവം തീർക്ക്. പിന്നെ ഇതൊരു പെണ്ണു കാണൽ ചടങ്ങ് കൂടിയാണ്, അച്ചമ്മ പുഞ്ചിരിയോടെ പറഞ്ഞു. ആദ്യ സ്റ്റെപ്പുകൾ കയറി. ആദിയെ കണ്ടതും മാളു ഗിരിയെയും വിളിച്ച് താഴേക്ക് പോന്നു. ഗൗരി ബാത്റൂമിലായിരുന്നു. അവൾ മെല്ലെ ഫ്രഷായി റൂമിലേക്ക് വന്നതാണ്. ആദിയെ അവിടെ കണ്ടതും അവളൊന്ന് ഞെട്ടി. പിന്നെ തിരിഞ്ഞു നിന്നു. പിന്നിലൂടെ ആദിയുടെ വരവ് അവൾ നീളൻ കണ്ണാടിയിലൂടെ കാണുന്നുണ്ടായിരുന്നു. അവൻ അവളെ ഇടുപ്പിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്ത് നിർത്തി. ഒരു കൈ കൊണ്ട് ബാക്കിലേക്ക് മെടഞ്ഞിട്ട മുടിയെ മുന്നിലേക്കിട്ടു. അവളുടെ ചെവിക്കരികിൽ ചുംബിച്ചു. അവൻ്റെ മീശരോമം അവളെ ഇക്ലിയാക്കി. വേണ്ട ആദിയേട്ടാ, അവൾ സ്വകാര്യം പോലെ പറഞ്ഞുപോയി. പൊന്നാ. അവൻ്റെ നേരത്തെ വിളിയിൽ അവളൊന്ന് മൂളി. പിണങ്ങിയോ? ഞാൻ എത്ര പ്രാവശ്യം വാട്സപ്പ് മെസ്സേജ് ചെയ്തു, നീ ഒരു റിപ്ലൈ തന്നില്ലല്ലോ. ഞാനല്ലേ അപ്പോൾ നിന്നോട് പിണങ്ങേണ്ടത്? അത് തുറന്നില്ലെങ്കിലും എനിക്കറിയാം എൻ്റെ ഏട്ടൻ്റെ സ്നേഹമാണ്, കരുതലാണ് അതിൽ നിറയെ എന്ന്. ഏട്ടൻ്റെ മെസ്സേജ് നിന്നതും ഏട്ടനെ കാണാൻ കഴിയാത്തതും എല്ലാം കൂടെ എനിക്ക് സങ്കടം വരുമായിരുന്നു. അവൾ കണ്ണുകൾ നിറച്ച് കണ്ണാടിയിൽ കാണുന്ന അവൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇപ്പോൾ വന്നില്ലേ പൊന്ന, ഇങ്ങനെ കണ്ണു നിറക്കാതെ. വേദന കുറവുണ്ടോ മോളെ? അവൻ ബാൻഡേജ് ഇട്ട കയ്യിനെ ഒന്ന് തലോടി. കുറവുണ്ട്. സത്യം പറയട്ടെ നന്ദൂട്ടി, എൻ്റെ പെണ്ണ് ഒന്ന് തുടുത്ത് ആപ്പിൾ പോലെ ആയിട്ടുണ്ട്. പുറത്തിറങ്ങാതെ അച്ചമ്മയുടെ പരിചരണവും ഒന്ന് ഉരുണ്ടിട്ടുണ്ട്. കടിച്ചു തിന്നട്ടെ? അവൻ അവളെ തന്നിലേക്ക് ഒന്നുകൂടെ അടുപ്പിച്ച് അവളുടെ കണ്ണിലേക്ക് തന്നെ നോക്കിയാണ് ചോദ്യം. ആദ്യം അവളെ തിരിച്ചു നിർത്തി. ആദ്യയുടെ നോട്ടം അവളുടെ റോസ് നിറത്തിലുള്ള ചുണ്ടിലേക്കാണ്. ഗൗരിക്ക് അവൻ്റെ നോട്ടം താങ്ങാൻ കഴിയുന്നില്ല. അവൾ കണ്ണുകൾ താഴ്ത്തി. ആദിയുടെ വലതുകൈ അവളുടെ ചുണ്ടിനെ ഒന്ന് തലോടി. ഇടം കൈകൊണ്ട് അവളുടെ തലയെ മെല്ലെ പിടിച്ച് ഉയർത്തി. അവളുടെ വിറക്കുന്ന ചുണ്ടിലേക്ക് അവൻ ചുണ്ടുകൾ അമർത്തി. അവൻ്റെ വലതുകൈ അവളുടെ ടീഷർട്ടിനുള്ളിലൂടെ കയറി അവളുടെ നഗ്നമായ ഇടുപ്പിൽ പിടിച്ചു. ഒരു സെക്കൻഡ് കൊണ്ട് ആദ്യം അവളുടെ കീഴ്ചുണ്ടിനെ വായക്കകത്താക്കിയിരുന്നു. ഗൗരി ഇത് ആഗ്രഹിച്ചതുപോലെ അവൻ്റെ പ്രവൃത്തിയിൽ മിഴികൾ ചിമ്മി നിന്നു. പിന്നെ അവളും അതിലേക്ക് ചേർന്നു. അവളുടെ മേൽചുണ്ട് അവൻ വായിലാക്കിയതും ഗൗരി അവൻ്റെ കീഴ്ചുണ്ടിനെ വായക്കകത്താക്കി. ഇരുവരും മത്സരിക്കും പോലെ അതിലേക്ക് മുഴുകി. ഗൗരിയുടെ ഫ്രീയായ കൈ അവൻ്റെ പുറത്ത് പരതുന്നുണ്ട്. ആദിയുടെ കൈ അവളുടെ നഗ്നമായ പുറമേനിയിൽ പരതിക്കൊണ്ടിരിക്കുകയാണ്. ഡോറിൽ ആരോ മുട്ടുന്നത് കേട്ടിട്ടാണ് അവർ അകന്നു മാറിയത്. അതേ, അകത്തേക്ക് വരാവോ? മാളുവിൻ്റെ ശബ്ദം പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട്. ആദി നന്ദൂട്ടിയുടെ ചെവിക്കരികിലേക്ക് ചുണ്ട് ചേർത്തു. പിന്നെ തിരിഞ്ഞു നടന്ന് ഡോർ തുറന്നു കൊടുത്തു. അതെ, താഴെ അന്വേഷിക്കുന്നുണ്ട്. പരിഭവം പറച്ചിലും സൊള്ളലും എല്ലാം കഴിഞ്ഞെങ്കിൽ താഴേക്ക് വരൂ രണ്ടാളും. മാളു അകത്തേക്ക് തലയിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. നന്ദൂട്ടിയെ ഒന്ന് ചുഴുന്നു നോക്കി. അവൾ മാളുവിനെ നോക്കി കോക്രി കാണിച്ചു. മാളു തിരിച്ചു. പ്രഭേ, നാളെ ജോത്സ്യനെ വിളിച്ച് കല്യാണത്തിൻ്റെ തീയതി കുറിക്കാം. മോളുടെ ആരോഗ്യം ശരിയായ ശേഷമുള്ള അടുത്ത മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടത്താം. രവിവർമ്മയുടെയും സൂര്യവർമ്മയുടെയും അഭിപ്രായമായിരുന്നു. ജിത്തുവിനും അനന്തനും സമ്മതക്കുറവില്ല. ഇരുവരും അച്ചമ്മയുടെ മറുപടിക്കായി നിൽക്കുകയാണ്. എനിക്ക് മുടക്കമൊന്നുമില്ല, മക്കളുടെ ഇഷ്ടം പോലെ തീരുമാനിക്കൂ. അവർ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ആദിയെയും നന്ദുട്ടിയെയും നോക്കിയാണ് പറഞ്ഞത്. അവർക്ക് കല്യാണം ഇന്നെങ്കിൽ ഇന്ന് എന്നാണ് തീരുമാനം, അല്ലേ മോനെ? ജിത്തു ഒരു പ്രത്യേക താളത്തിൽ പറഞ്ഞു. അത് കേട്ടതും എല്ലാവരും ഉറക്കെ ചിരിച്ചുപോയി. വിരുന്ന് വന്നവർ 2 ദിവസം കഴിഞ്ഞാണ് തിരിച്ചുപോയത്. ജ്യോത്സ്യൻ വന്ന് ജാതകം നോക്കി. നല്ല ചേർച്ചയുള്ള ജാതകം തന്നെ ആയിരുന്നു ഇരുവരുടെയും. ഗിരിയുടെയും മാളുവിൻ്റെയും കാര്യം മുതിർന്നവർ തീരുമാനിച്ചു ഉറപ്പിച്ചിരുന്നു. എങ്കിലും ഗായത്രി ഹോസ്പിറ്റലിൽ നിന്നും വന്ന ശേഷം കല്യാണത്തെക്കുറിച്ച് തീരുമാനിക്കാമെന്നാണ് അവർ കരുതിയത്. അവൻ്റെ അച്ഛനും അമ്മയും നാട്ടിലില്ലാത്ത സ്ഥിതിക്ക് ആദിയുടെ നിർബന്ധത്തിന് നന്ദുട്ടിയെയൊന്നും രാവിലെ അവൻ വന്ന് കൊണ്ടുപോകും ഓഫീസിലേക്ക്.
അവൾക്ക് പണിയൊന്നുമില്ല അവിടെ, ആദിക്ക് അവളെ കണ്ടിരിക്കാലോ. അതായിരുന്നു അവൻ്റെ ആവശ്യവും. ഓഫീസ് മുഴുവൻ അറിഞ്ഞു ഇരുവരുടെയും കല്യാണം ഉറപ്പിച്ചത്. ആദിയുടെയും നന്ദുട്ടിയുടെയും ഇണക്കവും പിണക്കവും റൊമാൻസും, കൂടെ അവളുടെ ഉറ്റ സുഹൃത്തുക്കൾ മീനുവും മാളുവും അവരുടെ ഭർത്താക്കന്മാരും. അവർ അങ്ങനെ ജീവിക്കട്ടെ അല്ലേ?